ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കുറച്ചധികം സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ ഏകദേശം 8:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആദ്യം പോകുന്നത് റീസെൻ്റായിട്ട് ഞാൻ പോകാൻ വേണ്ടി കുറേയധികം ആഗ്രഹിച്ച ഒരു അമ്പലത്തിലേക്കാണ്. കടക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക്. കുറച്ച് ദിവസമായി എല്ലാവരും കൂടി പറഞ്ഞ് കൊതിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. ശബരിമലയിൽ നമുക്ക് അയ്യപ്പനെ കാണാൻ വേണ്ടി 18 പടികൾ കയറിയാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് അയ്യപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ 64 പടികൾ കയറണം. ഈ കാണുന്ന 64 പടികൾ കയറി ചെന്നാൽ കാപ്പാട് പെരിങ്ങളായിലുള്ള കടക്കര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെത്താം. ദാ ഈ കാണുന്നതാണ് അമ്പലം. ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഇത്രയധികം ആഗ്രഹിച്ചത് എന്തിനാണെന്നല്ലേ? ഇതിന് ചുറ്റുമുള്ള ആ ഒരു വ്യൂ ആണ് അതിൻ്റെ കാരണം. ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു പ്രദേശം മുഴുവനായിട്ട് കാണാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടൊരു വ്യൂ നമുക്ക് കിട്ടിയേനെ. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക് മിസ്സായി. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു. ശാസ്താവിൻ്റെ ഇടതുഭാഗത്ത് ഭാര്യയായ പ്രഭയും വലതുഭാഗത്ത് അമൃതുമായിട്ട് നിൽക്കുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവാണ്. ശാസ്താവിന് ഭാര്യയുണ്ടോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മൾ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പറശ്ശിനി മടപ്പുരയിലേക്കാണ്. നമ്മളിവിടെ അവസാനമായിട്ട് വന്നത് നമ്മളല്ല, ഞാൻ അവസാനമായിട്ട് വന്നത് മോളുടെ ചോറൂണിന് വേണ്ടിയിട്ടാണ്. ഏട്ടനതിന് ശേഷം പലതവണയായിട്ട് വന്നിട്ടുണ്ട്. അകത്തേക്ക് കയറി നേരെ പുഴയിൽ പോയിട്ട് കാലൊക്കെ ഒന്ന് കഴുകി. മോൾക്ക് വെള്ളമൊക്കെ ചെറിയ പേടിയുള്ളതുകൊണ്ട് എന്ത് ചെയ്തിട്ടും അവൾ പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പുഴയിൽ മാത്രമല്ല, നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കടലിലിറങ്ങാനും മോൾക്ക് ഭയങ്കര പേടിയാണ്. പതുക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ കാലൊക്കെ കഴുകി നേരെ അകത്ത് കയറി നല്ലോണം പ്രാർത്ഥിച്ചു. തിരിച്ചിറങ്ങി മോൾക്ക് ബോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഒന്നിലും കയറിയില്ല. പിന്നെ അകത്ത് ഫോൺ നമുക്ക് അലൗഡ് അല്ലാത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറേ നേരം അവിടെയൊക്കെ നടന്നു. ഇഷ്ടം പോലെ ഷോപ്പുള്ളത് കൊണ്ട് ആളത് ഓരോന്നും നോക്കി നടന്ന് കളിക്കുകയായിരുന്നു. അവളെ മെരുക്കാൻ കുറച്ച് പാടുപെട്ടു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. നേരെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഇടിയപ്പം കടലക്കറിയും കഴിച്ചു. ഏട്ടൻ വെള്ളയപ്പം കഴിച്ചു. അതും എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്കാണ് പോയത്. അതെവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.